ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. പ്രേമം സീരീസിന്റെ എല്ലാ എപ്പിസോഡും ഞാൻ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ലൈക്കും ഹൈപ്പും തന്ന് സപ്പോർട്ട് ചെയ്യണേ. അധ്യായം 340. നീലിമയെ രക്ഷിച്ചത് ഭൈരവാണെന്ന് അറിഞ്ഞതു മുതൽ സിദ്ധാർത്ഥ് വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു. മനീഷ് എന്തൊക്കെ പറഞ്ഞിട്ടും അവന്റെ ദേഷ്യം ശമിച്ചില്ല. സിദ്ധാർത്ഥിന്റെ മനസ്സ് സങ്കീർണമായി. നീലിമ ഭൈരവിന്റെ കൂടെ കാറിൽ കയറിയതിനെ പറ്റിയിട്ട് അവൻ ചിന്തിച്ച് മനസ്സിൽ കടുത്ത അസൂയയും നിറഞ്ഞു. അവന്റെ ഹൃദയം വല്ലാതെ വേദനിച്ചു. മനീഷാണെങ്കിൽ സിദ്ധാർത്ഥിനെ പേടിയോടുകൂടിയാണ് നോക്കിയത്. നീലിമ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് എല്ലാ ദേഷ്യവും തന്നിൽ തീർക്കുമെന്ന് അവനറിയും. എന്തായാലും അനുഭവിക്കുക തന്നെ. മനീഷ് സ്വന്തം മനസ്സിനെ ധൈര്യപ്പെടുത്തി. അധികം വൈകിയില്ല. സിദ്ധാർത്ഥ് ദേഷ്യത്തിൽ മുഷ്ടി ചുരുട്ടി മേശയിലങ്ങ് ആഞ്ഞടിച്ചു. ആ ശബ്ദം കേട്ട് മനീഷ് സിദ്ധാർത്ഥിനെ ഞെട്ടലോടെ ഒന്ന് നോക്കി. എന്തായാലും എനിക്ക് ആ ഭൈരവിനെ ഒന്ന് കാണണം. ഞാൻ ആരാണെന്ന് അവന് ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. യൂസ്ലെസ്. നീലിമയെ ശല്യം ചെയ്യാൻ അവന് ഇനിയും ശ്രമിക്കും. അത് ഇന്നത്തോടെ ഞാൻ തീർക്കുന്നുണ്ട്, സിദ്ധാർത്ഥ് ദേഷ്യത്തോടെ പറഞ്ഞു. ഭൈരവിനെ അവൻ വെറുതെ വിടില്ലെന്ന് മനീഷിന് അറിയാമായിരുന്നു. ശരി ബോസ്, പറയുന്നത് പോലെ ചെയ്യാം. അതും പറഞ്ഞ് അവൻ പിന്തിരിഞ്ഞ് നടക്കാനൊരുങ്ങി. എന്നാൽ പെട്ടെന്നെന്തോ ഓർത്തതുപോലെ അവൻ അവിടെ തന്നെ നിന്നു. സിദ്ധാർത്ഥ് സംശയത്തോടെ മനീഷിനെ നോക്കി. ബോസ്, ഞാൻ പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത്. ഭൈരവിനെ നമുക്ക് നേരിടാം. പക്ഷേ ഇപ്പോ എടുത്തു ചാടി വല്ലതും ചെയ്യണോ? ഇപ്പൊ തന്നെ നമ്മുടെ ശത്രുക്കൾ ഒളിഞ്ഞിരുന്ന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതിനിടയിൽ ഭൈരവിന്റെ ശത്രുത കൂടി വാങ്ങിവെക്കണോ? അത് ചിലപ്പോ കൂടുതൽ പ്രശ്നമായാലോ? മനീഷ് ബഹുമാനത്തോടെ ചോദിച്ചു. അതിന് മറുപടിയായി സിദ്ധാർത്ഥ് ഒന്ന് ചിരിച്ചു. വിശ്വ ഗ്രൂപ്പിന് പുറത്തുള്ള ആരെങ്കിലും പേടിക്കുന്ന സാഹചര്യം ഇന്നേ വരെ ഉണ്ടായിട്ടുണ്ടോ? സിദ്ധാർത്ഥ് ഒരു പരിഹാസത്തോടെ ചോദിച്ചു. ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ എങ്ങനെയാ ശരിയാവുക? താൻ എന്റെ കൂടെ കൂടിയിട്ട് വർഷം കുറച്ചായില്ലേ? എന്നിട്ടും എന്നെയും വിശ്വ ഗ്രൂപ്പിനെയും പറ്റി മനസ്സിലായില്ലെന്ന് പറഞ്ഞ മോശാണ്, സിദ്ധാർത്ഥ് ദേഷ്യത്തിൽ പറഞ്ഞു. മനീഷിനെ നാണക്കേട് തോന്നി. അവൻ അപ്പോൾ തീർച്ചയായിട്ടും പറയാതെ പുറത്തേക്ക് പോയി. സിദ്ധാർത്ഥ് ചെയറിൽ നിന്നും എഴുന്നേറ്റു. പിന്നെ വിൻഡോ സൈഡിലായി വന്നു നിന്ന് പുറത്തേക്ക് നോക്കി നിന്നു. ഇന്ന് എന്തായാലും നീലിമയോട് സംസാരിക്കണം. മനസ്സിലുള്ളതെല്ലാം തന്നെ അവളോട് തുറന്നു പറയണം. അവൻ അങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിന്നു. ഇതേ സമയം വീട്ടിൽ നീലിമ നല്ല ഉറക്കത്തിലായിരുന്നു. പിന്നെ അവൾ ഉണർന്നപ്പോൾ നേരം ഇരുട്ടിയിരുന്നു. കണ്ണു തുറന്നപ്പോൾ അശ്വിൻ മുന്നിൽ നിൽക്കുകയായിരുന്നു. നീ എപ്പോഴാ എത്തിയത് മോനെ? അവൾ കിടക്കയിൽ നിന്നും എഴുന്നേൽക്കുന്നതിനിടയിൽ തന്നെ ചോദിച്ചു. സത്യമായിട്ടും അമ്മ മോനെ വല്ലാതെ മിസ് ചെയ്തു. നിന്നെ വിളിക്കാമെന്ന് കരുതിയ, പക്ഷെ ക്ഷീണം കാരണം ഞാൻ ഉറങ്ങിപ്പോയി, നീലിമ കണ്ണു തിരുമ്മിക്കൊണ്ട് പറഞ്ഞു. അമ്മ ഉണർന്നു കണ്ടപ്പോൾ അശ്വിൻ അപ്പോഴേക്കും സന്തോഷത്തോടെ അവളെ കെട്ടിപ്പിടിച്ചു. അമ്മേ, സുഖാണോ? ഇന്നലെ അമ്മയെ കാണാതായപ്പോൾ ഞാൻ പേടിച്ചുപോയി, അവൻ വിഷമത്തോടെ പറഞ്ഞു. നീലിമക്ക് അപ്പോൾ ഒരുപാട് സങ്കടമായി. അവൾ മകനെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചു. ഒപ്പം നെറ്റിയിൽ ഉമ്മ വെച്ചു. അവന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ചെറുതായി കണ്ണു കലങ്ങിയിരിക്കുന്നത് നീലിമ കണ്ടു. തന്റെ ഭാഗത്തു നിന്നും വലിയൊരു തെറ്റ് പറ്റിയെന്ന് നീലിമക്ക് മനസ്സിലായി. ഇന്നലെ പുറത്തു പോയില്ലായിരുന്നുവെങ്കിൽ അശ്വിൻ ഇത്രയും അധികം വിഷമിക്കില്ലായിരുന്നു. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് നീലിമ അശ്വിനെ മുറുകെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിച്ചു. സാരമില്ലാച്ചു, ഇനി അമ്മ ഇങ്ങനെയൊന്നും ചെയ്യില്ല കേട്ടോ, കരയണ്ട, നീലിമ പറഞ്ഞു. അമ്മക്ക് വയ്യല്ലോ. അശ്വിൻ വീണ്ടും വിഷമിച്ചു. അയ്യോ, അമ്മക്ക് വയ്യായികയൊന്നുമില്ല മോനെ. അമ്മ സ്ട്രോങ് അല്ലേ? പിന്നെ വാവയില്ലേ വയറ്റിൽ, അതുകൊണ്ടുള്ള ക്ഷീണമാണ്. അത് റെസ്റ്റ് എടുത്താൽ മാറും. അമ്മയുടെ അച്ചു ആവശ്യമില്ലാതെ ടെൻഷൻ ആവല്ലേ. അമ്മയെ പോലെ സ്ട്രോങ് ആവണ്ടേ, അവൾ പുഞ്ചിരിയോടെ പറഞ്ഞു. അമ്മയുടെ മുഖത്തെ തെളിച്ചവും അവനെ സന്തോഷിപ്പിച്ചു. അവൻ നീലിമയെ കെട്ടിപ്പിടിച്ച് വീണ്ടും തോളിൽ തൂങ്ങി. പെട്ടെന്നാണ് ഡോറിൽ തട്ടിക്കൊണ്ട് തന്നെ മല്ലികാമ വാതിലിനരികിലേക്ക് എത്തിയത്. എന്തു പറ്റി മല്ലികാമേ? നീലിമ പതിഞ്ഞ സ്വരത്തിൽ ചോദിച്ചു. മോളെ, സിദ്ധുമോൻ വന്നിട്ടുണ്ട്. നിങ്ങളെ രണ്ടാരെയും ഫുഡ് കഴിക്കാൻ വിളിക്കുന്നു, മല്ലികാമ മറുപടി നൽകി. നീലിമക്ക് ഒരു നിമിഷം ആശങ്ക തോന്നി. ഗീതാമ്മ ഇപ്പോഴും ആ വീട് വിട്ടു പോയിട്ടില്ല. തന്നെ കണ്ട അവരുറപ്പായിട്ടും പ്രശ്നത്തിന് വരും. പക്ഷേ എന്തുണ്ടായാലും കൂടെ നിൽക്കാൻ സിദ്ധാർത്ഥുണ്ടല്ലോ എന്ന് അവൾ ചിന്തിച്ചു. ആ കാര്യം അവളിൽ ഒരൽപ്പം സമാധാനം നിറച്ചു. ഇതേ സമയം സിദ്ധാർത്ഥ് വന്നുവെന്ന് കേട്ടപ്പോൾ അശ്വിനും സന്തോഷം തോന്നിയിരുന്നു. ഗീതയുടെ കാര്യം അവൻ മറന്നു. മടി കാണിക്കാതെ ഇരുവരും വേഗത്തിൽ തന്നെ താഴേക്ക് ഇറങ്ങിച്ചെന്നു. നീലിമയും അശ്വിനെയും കാത്ത് ഗീതാമ്മയും സിദ്ധാർത്ഥും ഡൈനിങ് ടേബിളിൽ ഇരിക്കുകയാണ്. ഭക്ഷണമെല്ലാം നേരത്തെ തന്നെ റെഡിയായിരുന്നു. ഹായ് ഡാഡി. ഹായ് മുത്തശ്ശി. അശ്വിൻ പുഞ്ചിരിയോടെ ഇരുവരെയും നോക്കി വിഷ് ചെയ്തു. നീലിമയും അശ്വിനൊപ്പം കൂടിയിരുന്നു. അവളെ കണ്ടതും ഗീതാമ്മയുടെ ഉള്ളു പുകഞ്ഞു കത്തി. എങ്കിലും അവളോടുള്ള ദേഷ്യം പുറത്തു കാണിച്ചില്ല. നീലിമയും അശ്വിനെയും അവൾ തുറപ്പിച്ചു നോക്കുക മാത്രമേ ചെയ്തുള്ളൂ. സിദ്ധാർത്ഥ് അവരെ ശ്രദ്ധിച്ചു നോക്കിക്കൊണ്ടിരുന്നു. എല്ലാവർക്കും ഒപ്പം ഒരുമിച്ച് ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ സിദ്ധാർത്ഥ് തന്നെയാണ് ഗീതാമ്മയെ ക്ഷണിച്ചത്. ഗീതാമ്മക്ക് നീലിമയെ ഇഷ്ടമാണോ ഇല്ലയോ എന്നൊന്നും അവനെ ബാധിക്കുന്ന കാര്യമല്ല. പക്ഷേ എന്തൊക്കെ തന്നെ സംഭവിച്ചാലും അവന്റെ ഭാര്യ നീലിമയാണെന്ന് അവനെ അറിയിക്കണം. കൂടെ അവരും ആ യാഥാർത്ഥ്യം സ്വയം തിരിച്ചറിയണം. അതായിരുന്നു അവന്റെ ആഗ്രഹം. എന്നാൽ അവന്റെ അമ്മ ശരിക്കും നീലിമയോട് മത്സരിക്കുന്നതായി സിദ്ധാർത്ഥിന് തോന്നി.
കണ്ണുകൊണ്ട് ഒരു പോർവിളി മുന്നിൽ നടക്കുന്നത് പോലെ അവൻ അനുഭവപ്പെട്ടു. അമ്മയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതൊക്കെ ഭക്ഷണം കഴിച്ചിട്ട് പറയാം, നീലിമയെ വിഷമിപ്പിക്കരുത്. ഗീതാമ്മയുടെ കടുത്ത മുഖം കണ്ടുകൊണ്ട് തന്നെ സിദ്ധാർത്ഥ പെട്ടെന്ന് പറഞ്ഞു. ഗീതാമ്മക്ക് ചെറിയൊരു നാണക്കേട് തോന്നി. അവർ വേഗത്തിൽ തന്നെ നീലിമയിൽ നിന്ന് മുഖം തിരിച്ചു. അവളെ വിഷമിപ്പിക്കരുത് പോലും. നീലിമേ, നിന്നെ ഞാൻ വെറുതെ വിടില്ലടി, അവർ പല്ലിരിഞ്ഞെരുക്കിക്കൊണ്ട് തന്നെ മനസ്സിൽ പറഞ്ഞു. അവർ മനസ്സിൽ നീലിമയ്ക്കെതിരെ പല പദ്ധതികളും ആസൂത്രണം ചെയ്തു. മുൻപ് സിദ്ധാർത്ഥവും ഗീതയും നന്നായി തന്നെ സംസാരിക്കുമായിരുന്നു. പക്ഷെ നീലിമ വന്നതോടുകൂടി തന്നെ സിദ്ധാർത്ഥ് അകന്നുപോയി. ഇതിനെല്ലാം കാരണക്കാരി നീലിമയാണെന്ന് അവർ ആവർത്തിച്ച് വിശ്വസിച്ചുകൊണ്ടിരുന്നു. നീലിമയുടെ വലയിൽ തന്റെ മകൻ വീഴുമെന്ന് ഗീതാമ്മ ഒരിക്കലും കരുതിയിരുന്നില്ല. ആ ചിന്ത അവരെ വല്ലാതെ അസ്വസ്ഥയാക്കിയിരുന്നു. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരും പരസ്പരം ഒന്നും മിണ്ടിയില്ല. ഗീതാമ്മക്ക് നീലിമയോടുള്ള ഇഷ്ടക്കേട് അറിയാവുന്നത് തന്നെ അവൾ അവരെ നോക്കാനും പോയില്ല. വെറുതെ ഒന്ന് പറഞ്ഞിട്ട് അടുത്ത പ്രശ്നമുണ്ടാക്കാൻ അവൾക്ക് താല്പര്യമില്ലായിരുന്നു. ഞാൻ എന്ത് പറഞ്ഞാലും സിദ്ധുവിന്റെ അമ്മ എന്നെ മനസ്സിലാക്കില്ല. ഞാൻ എന്തോ പ്ലാൻ ചെയ്യുകയാണെന്നേ പറയുകയുള്ളൂ. അതുകൊണ്ട് വായ മൂടിയിരിക്കുന്നതാ നല്ലത്, അവൾ മനസ്സിൽ സ്വയം പറഞ്ഞു. ഗീതാമ്മയുമായി നല്ലതുപോലെ നിൽക്കാനോ വഴക്കിടാനോ രണ്ടിനും നീലിമ ആഗ്രഹിച്ചില്ല. അശ്വിന്റെ കുഞ്ഞു മനസ്സ് ചുറ്റുമുള്ളവരുടെ ചിന്തകളൊന്നും തന്നെ അറിഞ്ഞില്ല. അവൻ അച്ഛന്റെയും അമ്മയുടെയും നടുവിലിരുന്ന് ഭക്ഷണം കഴിച്ചു. ഇടയ്ക്കിടയ്ക്ക് അമ്മയുടെയും ഡാഡിയുടെയും മുഖത്ത് അവൻ മാറി മാറി നോക്കി. അവനൊന്നും മനസ്സിലായില്ല എങ്കിലും അമ്മയ്ക്കെന്തോ സങ്കടമുണ്ടെന്ന് തോന്നി. അമ്മയോട് ഒറ്റയ്ക്കിരിക്കുമ്പോൾ ചോദിക്കാമെന്ന് കരുതി അവനൊന്നും മിണ്ടിയില്ല. അശ്വിൻ, നീ കഴിച്ചു കഴിഞ്ഞോ? ഇടയ്ക്ക് നീലിമ ചോദിച്ചതും അവൻ തലയാട്ടി. എന്നാ വായോ, കൈ കഴുകി മുകളിലേക്ക് പോവാം, പഠിക്കാനുള്ളതല്ലേ. നീലിമ അങ്ങനെ പറഞ്ഞിട്ട് കഴിക്കുന്നത് നിർത്തി. സിദ്ധാർത്ഥിനെയും ഗീതാമ്മക്കും വേണ്ടി അവൾ മനഃപൂർവ്വം മാറിക്കൊടുത്തതാണ്. അത് അശ്വിന് പോലും മനസ്സിലായി. അല്പസമയത്തിന് ശേഷം അശ്വിൻ പഠിക്കുന്ന തിരക്കിലായി. അവനോടൊപ്പം പുസ്തകം വായിച്ച് നീലിമയും ഇരിക്കുന്നുണ്ട്. പുസ്തകം കയ്യിലുണ്ടെങ്കിലും അവളുടെ മനസ്സ് അതിലൊന്നും ആയിരുന്നില്ല. ഗീതാമ്മയും സിദ്ധാർത്ഥവും തന്നെക്കുറിച്ചുള്ള ചർച്ചയാകുമെന്ന് അവൾക്കറിയാം. അത് എന്തായാലും തന്നെ വേദനിപ്പിക്കുന്നതായിരിക്കും. കമ്പനി തിരക്ക് കാരണം സിദ്ധാർത്ഥ് ഇപ്പോൾ മര്യാദക്ക് കാണാൻ പോലും കിട്ടാറില്ല. അവനോടൊപ്പം കുറച്ച് സമയം ചിലവഴിക്കാൻ അവൾ ശരിക്കും ആഗ്രഹിച്ചിരുന്നു. പക്ഷേ അതിനാദ്യം കമ്പനിയിലെ പ്രശ്നങ്ങൾ അല്പമെങ്കിലും കുറയണ്ടേ? നീലിമ വിഷമത്തോടെ ചിന്തിച്ചു. എന്തായാലും അവനോടെല്ലാം സംസാരിക്കണം. അവന് മാത്രമേ എല്ലാം പരിഹരിക്കാൻ കഴിയുള്ളൂ. അല്ലാതെ ഒരു സമാധാനവും കിട്ടില്ല, നീലിമ സ്വയം പറഞ്ഞു. എന്നിട്ട് അശ്വിനോട് ശ്രദ്ധയോടെ പഠിക്കാൻ പറഞ്ഞിട്ട് അവൾ റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിപ്പോയി. താഴേക്കുള്ള പടികൾ അവൾ പകുതിയോളം ഇറങ്ങി. ഹാളിലായി സിദ്ധാർത്ഥും ഗീതാമ്മയും ഇരിക്കുന്നത് അവൾ കണ്ടിരുന്നു. ഇരുവരും ഒരുപോലെ തന്നെ മൗനത്തിലാണ്. സിദ്ധു, നീ ആ പെണ്ണിനെ എത്ര നാളിങ്ങനെ സംരക്ഷിക്കും? പെട്ടെന്നാണ് ഗീതാമ്മ സിദ്ധാർത്ഥിനെ നോക്കി ചോദിച്ചത്. ആ പെണ്ണ് നിനക്ക് ചേരില്ല. എന്ത് കണ്ടിട്ടാണ് നിനക്ക് അവളെ ഇഷ്ടമായതെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. ഇത്തിരി തൊലി വെളുപ്പുണ്ട്, അല്ലാതെ അവൾ എങ്ങനെ പൊക്കിക്കൊണ്ട് നടക്കാൻ മാത്രമുള്ള പ്രത്യേകതയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല, ഗീതാമ്മ അനിഷ്ടത്തോടെ പറഞ്ഞു. അത് കേട്ട് സിദ്ധാർത്ഥ് അവരെ ദേഷ്യത്തോടെ നോക്കി. അമ്മ, ഇത് എന്തൊക്കെയാണ് ഈ പറയുന്നത്? നീലിമ എന്റെ ഭാര്യയാണ്. അവളെക്കുറിച്ച് മോശം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അത് കേട്ടു നിൽക്കുമെന്നൊന്നും അമ്മ കരുതണ്ട. അവളെ അപമാനിക്കാനും വേദനിപ്പിക്കാനും ഞാൻ ആരെയും സമ്മതിക്കില്ല, സിദ്ധാർത്ഥ് പ്രതികരിച്ചു. സിദ്ധു, ഈ ഇടയായി ഞാൻ നിന്റെ അമ്മയാണെന്ന കാര്യം നീ മറക്കുന്നുണ്ട്. അത് ഓർമ്മ വെച്ച് ആദ്യം ബഹുമാനത്തോടെ നീ സംസാരിക്ക്, അതാ നിനക്ക് നല്ലത്, ഗീതാമ്മ മകനെ ശാസിച്ചു. നിങ്ങൾ എൻ്റെ അമ്മ തന്നെയാണ്, അതുപോലെ തന്നെ ഒരു അച്ചമ്മയുമാണെന്ന കാര്യം മറക്കരുത്. നീലിമയുടെ വയറ്റിലുള്ളത് എൻ്റെ കുഞ്ഞാ, എന്നിട്ടും നിങ്ങൾ അതിനെങ്ങനെ കൊല്ലാൻ നോക്കുന്നു? എന്തൊരു ക്രൂരമായ സ്ത്രീയാണ് നിങ്ങൾ. ഒരു ഇത്തിരിയെങ്കിലും മനസാക്ഷി നിങ്ങൾക്കുണ്ടോ? സിദ്ധാർത്ഥ് പൊട്ടിത്തെറിച്ചു. മകന്റെ വാക്കുകൾ കേട്ട് ഗീതാമ്മ ഒരു നിമിഷത്തേക്ക് മരവിച്ച് നിന്നുപോയി. നീ എന്തൊക്കെയാ സിദ്ധു ഈ വിളിച്ചു പറയുന്നത്? കുഞ്ഞിനെ ഞാൻ കൊല്ലാൻ നോക്കിയെന്നോ? നീ എന്താ ഉദ്ദേശിക്കുന്നത്? അവർ പറഞ്ഞതിന് വിശ്വാസം വരാത്തതുപോലെ അവർ ചോദിച്ചു. ഞാൻ പറഞ്ഞത് അമ്മ വ്യക്തമായി കേട്ടില്ലേ, പിന്നെ വീണ്ടും എന്തിനായി ചോദിക്കുന്നത്? നിങ്ങൾ മോശമായതൊന്നും എൻ്റെ കുഞ്ഞിന് നേരെ ചെയ്യില്ലെന്ന് ഒരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം തെറ്റിപ്പോയി. അമ്മ ഒരു സ്ത്രീയല്ലേ, എന്നിട്ടും നിങ്ങൾ ഞങ്ങളുടെ കുഞ്ഞിനെ കൊല്ലാൻ നോക്കിയില്ലേ? അത്രയും പറഞ്ഞിട്ട് അവൻ ഒരു നിമിഷം ഒന്ന് നിർത്തി. ഇന്ന് ഡോക്ടർ സൂചിപ്പിച്ച കാര്യങ്ങളാണ് അവന് ഓർമ്മ വന്നത്. അതോടെ അവന്റെ ഭാവം കൂടുതൽ ഇരുണ്ടു. ഞാൻ എന്ത് ഉദ്ദേശിച്ചെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഇപ്പോൾ നീലിമക്കും കുഞ്ഞിനും ഒന്നും സംഭവിക്കാത്തത് കൊണ്ട് നിങ്ങളെ ഞാൻ വെറുതെ വിടുന്നു. ഇനി ഒരു തവണ കൂടി ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങളോട് ഇങ്ങനെ ആയിരിക്കില്ല ഞാൻ പെരുമാറുക. അതുകൊണ്ട് അമ്മ എൻ്റെ ക്ഷമയെ പരീക്ഷിക്കരുത്, സിദ്ധാർത്ഥ് ദേഷ്യസ്വരത്തിൽ തന്നെ ഗീതാമ്മയെ നോക്കി പറഞ്ഞു. അവന്റെ ഓരോ വാക്കുകളിലും ഗീതാമ്മയുടെ ഹൃദയം കീറി മുറിച്ചിരുന്നു. അവരുടെ കണ്ണുകൾ നിറഞ്ഞു. സിദ്ധു, നിന്നെ ഒന്ന് പ്രസവിച്ച അമ്മയോട് നീ ഇങ്ങനെയൊക്കെ പറയരുത്, അതും നിന്റെ ഭാര്യയ്ക്ക് വേണ്ടി. ഇതിലും ഭേദം നിനക്ക് എന്നെ അങ്ങ് കൊല്ലാമായിരുന്നു, അവർ അത്യധികം വിഷമത്തോടെ പറഞ്ഞു. അവളെ കല്യാണം കഴിച്ചതു മുതൽ നിന്റെ ഭാവി ഓർത്ത എന്റെയും അച്ഛന്റെയും ടെൻഷൻ. അവളെ തിരിച്ചു കൊണ്ടുവരാൻ നീ എന്തൊക്കെ ചെയ്തു കൂട്ടി? ഇപ്പോ അവളുടെ കൂടെ നിന്ന് നീ നിന്റെ അമ്മയെ വേദനിപ്പിക്കുന്നു. നിനക്കിപ്പോ നിന്റെ അമ്മയോട് ഒട്ടും സ്നേഹമില്ലാതായി പോയല്ലോ മോനെ, ഗീതാമ്മ നിലവിളിക്കും പോലെ പറഞ്ഞു. സിദ്ധാർത്ഥ് നിശബ്ദനായി. തണുത്തുറഞ്ഞ മിഴികളോടെ അവൻ അവരെ നേരെ നോക്കി. നോക്കിക്കോ സിദ്ധു, ഞാനോ നിന്റെ അച്ഛനോ എന്തിന് മുത്തശ്ശൻ പോലും ആ പെണ്ണിനെ ഒരിക്കലും സ്വീകരിക്കില്ല.
നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്തോ, ഇഷ്ടം പോലെ ജീവിച്ചോ, അവസാനം നിനക്ക് സങ്കടപ്പെടേണ്ടി വരാതിരിക്കട്ടെ. അവർ ശപിക്കും പോലെ തന്നെ പറഞ്ഞു. എന്ത് പറഞ്ഞാലും ഗീതാമ്മക്ക് നീലിമയോടുള്ള ഇഷ്ടക്കേട് മാറ്റാൻ പറ്റില്ലെന്ന് സിദ്ധാർത്ഥിന് നന്നായിട്ട് അറിയാമായിരുന്നു. ഇവർ കാരണം അവൾ ഒരുപാടധികം അനുഭവിച്ചിട്ടുണ്ട്. അതോർത്തപ്പോൾ അവന് വല്ലാത്ത വേദന തോന്നി. അങ്ങനെ ആയിക്കോട്ടെ അമ്മേ, നിങ്ങൾ ഒരിക്കലും നീലിമയെ അംഗീകരിക്കേണ്ട. പക്ഷേ അവൾ എന്റെ ഭാര്യയാണ്, അതിലിനി ഒരു മാറ്റവും ഉണ്ടാവില്ല. ഇനിയും അവളെ വേദനിപ്പിക്കാനാണ് നിങ്ങളുടെയൊക്കെ ഉദ്ദേശമെങ്കിൽ നിങ്ങൾ എന്റെ അമ്മയാണെന്ന് പോലും ഞാൻ നോക്കില്ല. അത്രയും പറഞ്ഞ് സിദ്ധാർത്ഥ് അവിടെ നിന്നും പുറത്തേക്ക് നടന്നു. ഗീതാമ്മയുടെ മനസ്സ് അസ്വസ്ഥമായിരുന്നു. മകനെ ഓർത്തുള്ള ആകുലത കാരണം അവരുടെ ഹൃദയം നീറി. സിദ്ധാർത്ഥ് പറഞ്ഞതെല്ലാം ഓർത്ത് അവർ സോഫയിൽ തളർന്നിരുന്നു. എന്തു പറഞ്ഞാലും സിദ്ധാർത്ഥിനെ നീലിമയിൽ നിന്നും പിരിക്കാൻ കഴിയില്ലെന്ന് അവർക്ക് മനസ്സിലായി. അവർ സ്വയം നിയന്ത്രിക്കാൻ കഴിയാനാവാതെ വിങ്ങിക്കരഞ്ഞു. ഇത് കണ്ടുകൊണ്ടാണ് മല്ലികാമ്മ ലിവിംഗ് റൂമിലേക്ക് വന്നത്. അവർ ആദ്യോടെ വേദത്തിൽ ഗീതാമ്മയുടെ അരികിലേക്ക് എത്തി. എന്തിനാ ഗീതാമ്മേടം കരയുന്നത്? എന്താ പ്രശ്നം? ഞാൻ എന്തെങ്കിലും ചെയ്യണോ? മല്ലികാമ്മ വെപ്രാളത്തോടെ ചോദിച്ചു. അത് കേട്ടതും ഗീതാമ്മ കണ്ണുകൾ തുറച്ച് ദേഷ്യത്തിൽ അവരുടെ മുഖം ഉയർത്തി നോക്കി. നീ നിന്റെ കാര്യം നോക്ക്, ഇവിടെ നടക്കുന്നതിലൊന്നും നീ ഇടപെടണ്ട. നിന്റെ ജോലി മാത്രം നിനക്ക് ചെയ്താൽ മതി. അറുത്തുമുറിച്ചതുപോലെ ഗീതാമ്മ അങ്ങ് പറഞ്ഞു. മല്ലികാമ്മയുടെ മുഖം അപമാന ഭാരത്താൽ കുനിഞ്ഞു. ക്ഷമിക്കണം മാഡം, ഞാൻ നിങ്ങളുടെ കുടുംബകാര്യത്തിൽ ഇടപെട്ടതല്ല. മാഡം ഇവിടെ ഇരുന്ന് കരഞ്ഞത് കണ്ടപ്പോൾ പേടിച്ചു പോയതുകൊണ്ട് ചോദിച്ചതാ, മല്ലികാമ്മ താഴ്ന്ന സ്വരത്തിൽ പറഞ്ഞു. കൂടുതൽ വിശദീകരണങ്ങളൊന്നും വേണ്ട. നീ പോയിട്ട് എന്റെ സാധനങ്ങളെല്ലാം എടുത്തു വെക്ക്. ഞാൻ തിരിച്ചു വീട്ടിലേക്ക് തന്നെ പോവാണ്, ഗീതാമ്മ ഗൗരവത്തോടെ പറഞ്ഞു. ഞാൻ ഇപ്പോൾ തന്നെ ചെയ്യാം മാഡം. മല്ലികാമ്മ തലയാട്ടി സമ്മതിച്ചുകൊണ്ട് തന്നെ അവിടെ നിന്നും നടന്നു. അതിനിടയിൽ അവർ ഗീതാമ്മയെ പറ്റി ചിന്തിച്ചു കൊണ്ടിരുന്നു. സിദ്ധാർത്ഥുമായി അവൾ വഴക്കിട്ടിരിക്കുകയാണെന്ന് മല്ലികാമ്മക്ക് മനസ്സിലായി. അവർ വേഗത്തിൽ തന്നെ ഗീതാമ്മയുടെ സാധനങ്ങളെല്ലാം തന്നെ ഒരുക്കി വെച്ചു. അവരെ ഈ രാത്രിയിൽ തന്നെ തനിച്ചു പറഞ്ഞയക്കാൻ മല്ലികാമ്മ ആഗ്രഹിച്ചിരുന്നില്ല. അതുകൊണ്ട് അവരും ഗീതയോടൊപ്പം വീട്ടിലേക്ക് പോയി. യാത്രക്കിടയിൽ ആദ്യം സംസാരിച്ചു തുടങ്ങിയത് ഗീതാമ്മയായിരുന്നു. മല്ലികയെ. ഗീത പെട്ടെന്ന് അവരെ വിളിച്ചതും മല്ലികാമ്മ അവരെ നോക്കി. സിദ്ധുവിനെ പോലെ നിങ്ങളുടെ മകൻ എപ്പോഴെങ്കിലും നിങ്ങളോട് വഴക്കിട്ടിട്ടുണ്ടോ? ഗീതാമ്മ അന്വേഷിച്ചു. മല്ലികാമ്മ ഒരു നിമിഷം പുഞ്ചിരിയോടെ ഇരുന്നു. ആ നിമിഷം അവർ വീട്ടുവേലക്കാരി മാത്രമായിരുന്നില്ല, ഒരു അമ്മ കൂടിയായിരുന്നു. ഗീതാമ്മ സിദ്ധാർത്ഥുമായിട്ടുള്ള പ്രശ്നത്തിൽ അസ്വസ്ഥയാണെന്ന് മല്ലികാമ്മക്കറിയാം. അതുകൊണ്ട് മോശമായിട്ട് എന്തെങ്കിലും പറയാൻ അവർക്ക് കഴിയില്ല. ഒരു ഉത്തരം പറയാൻ അവർ നന്നായി തന്നെ ചിന്തിച്ചു. അങ്ങനെയല്ല മാഡം, നമ്മുടെ മക്കൾ നമ്മളെ പോലെയല്ല. അവർ നമ്മളെക്കാൾ വ്യത്യസ്തരാണ്. അവർ കാര്യങ്ങൾ കാണുന്നത് വേറെ രീതിയിലാണ്. മല്ലികാമ്മ ഇലക്കും മുള്ളിനും കേടില്ലാത്തതുപോലെ പറഞ്ഞു. ആ ഉത്തരം അല്പം ആശ്വാസം നൽകുന്നതുപോലെ ഗീതാമ്മയുടെ മുഖം വാടി. മാഡം, ഞാൻ സിദ്ധു സാറിന്റെ ഭാഗം പറയുകയാണെന്ന് കരുതരുത്. ഇപ്പോഴത്തെ സാഹചര്യത്തെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത്. നീലിമയ്ക്ക് സിദ്ധു സാറിനെ ഒരു താങ്ങായി നിൽക്കാൻ പറ്റും. അവൾക്ക് നല്ല കഴിവുണ്ട്. ഈ കുടുംബത്തെ നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോവാൻ അവൾക്ക് നന്നായിട്ട് അറിയാം. മല്ലികാമ്മ അത്രമാത്രമൊന്ന് പറഞ്ഞു നിർത്തി. കൂടുതൽ സംസാരിച്ച് ഒരു തെറ്റിദ്ധാരണയ്ക്ക് ഇടം കൊടുക്കരുതെന്ന് വെച്ച് അവർ കരുതിയിരുന്നു. അധികം വൈകാതെ ഗീതാ മാഡത്തിന് നീലിമയെ സ്വീകരിക്കാൻ കഴിയട്ടെ എന്ന് മാത്രം മല്ലിക ഹൃദയം ഉരുകി പ്രാർത്ഥിച്ചു. മല്ലികാമ്മയുടെ വാക്കുകൾ കേട്ടപ്പോൾ ഗീതാമ്മക്ക് ദേഷ്യമൊന്നും തോന്നിയില്ല. പകരം നീലിമയെ പറ്റി കേൾക്കാൻ ആഗ്രഹമില്ലാത്തതുപോലെ അവർ മുഖം തിരിച്ചിരുന്നു. അത് കണ്ട മല്ലികാമ്മക്ക് നല്ല പോലെ വിഷമം തോന്നി. ഗീതാമ്മയെ തിരുത്താൻ തനിക്ക് കഴിയില്ലെന്ന് അവർക്ക് വ്യക്തമായിരുന്നു. നിശബ്ദയായി അവർ പുറം കാഴ്ചകളിലേക്ക് കണ്ണു നട്ടിരുന്നു. ഗീതാമ്മ അവരുടെ വീട്ടിൽ വിട്ടിട്ട് അതേ വണ്ടിയിൽ തന്നെ മല്ലികാമ്മ തിരികെ പോന്നു. റൂമിലേക്ക് പോവാൻ നിൽക്കവേ സ്റ്റഡി റൂമിൽ ലൈറ്റ് കണ്ടു. സിദ്ധാർത്ഥ് അവിടെ ഉണ്ടാവുമെന്ന് അവർക്ക് മനസ്സിലായിരുന്നു. മല്ലികാമ്മ ചെന്ന് ഡോറിൽ തട്ടി അകത്തേക്ക് കയറി. എന്തു പറ്റി മല്ലികാമ്മേ? അവൻ സംശയത്തോടെ ചോദിച്ചു. ഗീതാ മാഡം തിരികെ പോയി, മല്ലികാമ്മ പറഞ്ഞു. അവൻ അതിനെപ്പറ്റി അറിഞ്ഞു കാണില്ലെന്ന് കരുതിയിട്ടാണ് അവർ പറഞ്ഞത്. അമ്മ പോയിട്ടുണ്ടാവുമെന്ന് ഞാൻ ഊഹിച്ചിരുന്നു. മല്ലികാമ്മ പോയി കിടന്നോളൂ, സമയം ഇത്രയും വൈകിയില്ലേ, സിദ്ധാർത്ഥ് പറഞ്ഞു. അവർ തലയാട്ടി പുറത്തേക്ക് ഇറങ്ങി. നിസ്സംഗത കാണിക്കുന്നുണ്ടെങ്കിലും സിദ്ധാർത്ഥിന്റെ മനസ്സിൽ വിഷമമുണ്ടെന്ന് അവർക്ക് നന്നായിട്ട് മനസ്സിലായിരുന്നു. സിദ്ധാർത്ഥും നീലിമയും സന്തോഷത്തോടെ ജീവിക്കട്ടെ. അവരുടെ ജീവിതത്തിൽ ദുരനുഭവങ്ങൾ ഒന്നും ഉണ്ടാവാതിരിക്കട്ടെ. ആ നിമിഷവും മല്ലികാമ്മ ഇങ്ങനെയൊക്കെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതും കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാം. നാളെ ഇതേ സമയത്ത് തന്നെ വരാം കേട്ടോ. ബൈ ബൈ.